Good morning, dear students. Hope you all are fine. Okay, in the last class we have seen about a company's social cost benefit analysis. How far an industry is useful to that particular person as well as the society he serves. അല്ലേ, ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അയാൾക്കും അതേപോലെ തന്നെ അയാളായിരിക്കുന്ന സമൂഹത്തിനും സോ എന്തൊക്കെ സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റാണ് ഉള്ളത്, കോസ്റ്റാണോ കൂടുതലായി നിൽക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ബെനഫിറ്റാണോ കൂടുതലായി നിൽക്കുന്നത് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് അപ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്? സോഷ്യൽ ബെനഫിറ്റാണ്. കോസ്റ്റിനേക്കാളും സോഷ്യൽ ബെനഫിറ്റാണ്. സോഷ്യൽ കോസ്റ്റ് എപ്പോഴാണ് ഇൻകർ ചെയ്യുന്നത്? വെൻ ഹാംഫുൾ smoke or pollution like things which affect the society, so that incurs a cost for the people who are living over there because they are affected by some diseases. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു സ്മോക്ക് എപ്പോഴും പുറത്തേക്ക് വരുന്ന ഒരു ഇൻഡസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ ആ പരിസരം മുഴുവൻ എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. പതിയെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദാറ്റ് ഈസ് ഹെൽത്ത് ഇഷ്യൂസിനെ കൊണ്ടുവരാനായിട്ട് തുടങ്ങും. അപ്പോൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവർ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കോസ്റ്റിനാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആസ് എ ഹോൾ ആ ഒരു സമൂഹത്തിന് അവരിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഔട്ട്സ്കേർട്സ് ഓഫ് ദി സിറ്റി ആയിരിക്കാം, അണ്ടർ ഡെവലപ്ഡ് ഏരിയ ആയിരിക്കാം, ഒരു റൂറൽ ഏരിയ ആയിരിക്കാം, ബാക്ക്വേർഡ് ഏരിയ ആയിരിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഇൻഡസ്ട്രി വരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോലെ പല ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്തത് കൊണ്ട് ആ മൊത്തം ഏരിയയിലേക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെ ബെനഫിറ്റ്സ് ഇഫ് ഇറ്റ് ഈസ് മോർ എന്നുണ്ടെങ്കിൽ അവർ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദി ഗവൺമെൻറ് റെഗുലേഷൻസ് ഫോർ പ്രൊജക്റ്റ് ക്ലിയറൻസസ്. അപ്പോൾ ഇനിയും നമുക്ക് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്. ഓരോ സ്റ്റേജും നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്നാലൊക്കെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. So today we are going to see about the government clearances and so from which department the industry or the organization or the entrepreneur has to get clearances. So we'll see an entrepreneur has to obtain several clearances or permissions depending upon the nature of his unit. So what type of his business is concerned. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വ്യക്തിക്ക് കൊടുക്കേണ്ട ദാറ്റ് ഈസ് ക്ലിയറൻസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സി മെയിൻലി വാട്ട് ആർ ദ ക്ലിയറൻസസ് എന്നുള്ളത്. റെഗുലേറ്ററി ഓർ ടാക്സേഷൻ ക്ലിയറൻസസ്, എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ റിലേറ്റഡ് ക്ലിയറൻസസ്, ആൻഡ് തേർഡ് വൺ ഇസ് പ്രോഡക്റ്റ് സ്പെസിഫിക് ക്ലിയറൻസസ്. അങ്ങനെ 3 കാര്യങ്ങളാണ്. ഒന്ന് ടാക്സ് ആൻഡ് റെഗുലേഷൻ, എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ, പ്രോഡക്റ്റ് സ്പെസിഫിക്. ഇനി അതിലെ ആദ്യത്തെ നമുക്ക് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് റെഗുലേറ്ററി ഓർ ടാക്സേഷൻ ക്ലിയറൻസസിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, GST ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ GST ഓഫീസർ ഓഫ് ഏരിയ കൺസേൺഡ്. അപ്പോൾ ഏത് ഏരിയ ആണ് നമുക്ക് നമ്മുടെ
പെർട്ടിക്കുലർ പ്ലേസിനെ റിലേറ്റ്, നമ്മുടെ സൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. സോ അവിടെയാണ് നമ്മൾ GST ടാക്സ് അടയ്ക്കേണ്ടത്. അതേപോലെ ഇൻകം ടാക്സ് ഏത് സർക്കിളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, സോ രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഓഫ് ദി ഏരിയ കൺസേൺഡ്. അപ്പോൾ ഏത് ഏരിയ ആണോ അവർ പറയുന്നത് ആ ഏരിയയിലായിരിക്കണം നമ്മുടെ ടാക്സ് അടയ്ക്കേണ്ടതും GST നമ്മൾ അടയ്ക്കേണ്ടതും. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതേപോലെ തന്നെ കാലിബ്രേഷൻ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്പെക്ടർ ഓഫ് സ്റ്റേറ്റ്, അതിൽ നിന്നാണ് നമുക്ക് ക്ലിയറൻസസ് ലഭിക്കേണ്ടത്. ആൻഡ് ദെൻ പവർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ആൻഡ് എംപ്ലോയി സ്ട്രെങ്ത്, അതായത് ഒന്നെങ്കിൽ പവർ കണക്ഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എക്സീഡിങ് 10 എംപ്ലോയീസ്, പവർ കണക്ഷൻ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 20 എംപ്ലോയീസ് വരിക്കും. അപ്പോൾ ഇതിന് സാങ്ഷൻ തരേണ്ടത് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആണ്. സോ റെഗുലേറ്ററി ഓഫ് ടാക്സേഷൻ ക്ലിയറൻസസ് വരേണ്ടത് നമുക്ക് 6 ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്. 6 ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെയാണ് നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. Okay, and then now we'll move on to the second point, environment and pollution related clearances. അപ്പോൾ പൊല്യൂഷനെയും അതേപോലെ പൊല്യൂഷൻ ബോർഡിൽ നിന്ന് മേടിക്കേണ്ട ക്ലിയറൻസസ് എന്തൊക്കെയാണ്? സോ ഇവിടെ അവരൊരു 17 ക്രിട്ടിക്കൽ പൊല്യൂട്ടിംഗ് സെക്ടറുകളായിട്ട് പറയുന്നുണ്ട്. സോ അവർ ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ്? The method of granting consent under water and air pollution to SSI units has been simplified. അപ്പോൾ ഒരുവിധമൊക്കെ അവർ വല്ലാണ്ടുള്ള ഫോർമാലിറ്റീസൊക്കെ അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സെപ്റ്റ് 17 ക്രിട്ടിക്കലി പൊല്യൂട്ടിംഗ് സെക്ടേഴ്സ് മാറ്റിവെച്ച് ബാക്കിയെല്ലാം അവർ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇതിൽ പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സ്, നൈട്രജനും ഫോസ്ഫേറ്റും യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, ഷുഗർ, സിമെൻറ്റ്, ഫെർമെൻറ്റേഷൻ, അലുമിനിയം, പെട്രോകെമിക്കൽ, തെർമൽ പവർ, ഓയിൽ റിഫൈനറി, സൾഫ്യൂരിക് ആസിഡ്, ടാനറീസ്, copper smelter, zinc smelter, iron and steel, pulp and paper, dye and dye intermediaries, pesticides and basic drugs and pharmaceuticals. ഇത്രയും ഫാക്ടറീസ് അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഇൻഡസ്ട്രീസ് ഇവർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും എയർ പൊല്യൂഷനും അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും അതിനുള്ള കൺസെൻറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്നതൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 17 ക്രിട്ടിക്കലി പൊല്യൂട്ടിംഗ് സെക്ടേഴ്സ്, ഇത് ലാൻഡ് പൊല്യൂട്ട് ചെയ്യും, അവിടെയുള്ള വാട്ടർ റിസോഴ്സിനെ പൊല്യൂട്ട് ചെയ്യും, എയർ പൊല്യൂഷൻ ഉണ്ടായിരിക്കും, നോയ്സ് പൊല്യൂഷൻ ഉണ്ടായിരിക്കും, എല്ലാവിധ പൊല്യൂഷൻസും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ 17 ഇൻഡസ്ട്രീസും. അപ്പോൾ ഇങ്ങനത്തെ നേച്ചർ ഓഫ് ബിസിനസ്സിൽ വരുന്ന ആൾക്കാർക്ക് അവർ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ വേസ്റ്റ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഡിസ്പോസൽ ഇഫ് ദേ ഹാവ് ഡൺ അക്കോർഡിംഗ് ടു ദി ആക്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദി ലോ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ 17 സെക്ടേഴ്സിൽ വരുന്ന ഇൻഡസ്ട്രിയൽ ക്ലിയറൻസസ് ഫ്രം ദി എൻവയൺമെൻറ്റൽ ബോർഡ് അവർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടില്ല. എൻവയൺമെൻറ്റ് പൊല്യൂഷൻ ബോർഡിന് NOC അവർക്ക് കിട്ടില്ല. അപ്പോൾ അവർ അതിൻ്റേതായ മെഷേഴ്സ് ചെയ്തിട്ടുണ്ടോ? ആ വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഷുഗർ ഫാക്ടറി അതിൽ നിന്ന് വരുന്ന എന്താ പറയുക വേസ്റ്റ് എന്ന് പറയുന്നത് ഹസാർഡസ് ആണ്. ടാനറീസ് എന്ന് വരുന്നത് കൃത്യമായിട്ട് ഇഷ്ടംപോലെ വാട്ടർ വേസ്റ്റേജ് ഉണ്ടായിരിക്കും. ഈ വാട്ടർ വേസ്റ്റേജ് അങ്ങനെ തന്നെ അവർ ഗ്രൗണ്ടിലേക്ക് അലവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൗണ്ടിൽ ഡംപ് ചെയ്യാനായിട്ട് അലവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് ദി ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഓൾസോ. സോ നിയർ ബൈ പ്ലേസസ് വെൽ വാട്ടേഴ്സ് ഒക്കെ നശിച്ചു പോവും. ഒരു ബാഡ് സ്മെല്ലാണ് വരിക. ഓക്കെ, ബാഡ് സ്മെൽ മാത്രമല്ല, ഈവൻ ദി കളർ ഓഫ് ദി വാട്ടർ വിൽ ഓൾസോ ഗെറ്റ് ചേഞ്ച്ഡ് ആഫ്റ്റർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്.
So that's why these kind of industries or the organizations are not getting permissions as easier as the other companies get. അപ്പോൾ ഈ ഒരു 17 സെക്ടറിൽ വരുന്ന ആൾക്കാർക്ക് പൊല്യൂഷൻ ബോർഡിൽ നിന്ന് സാങ്ഷൻ കിട്ടാൻ എളുപ്പമല്ല. അവരതിൻ്റേതായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ ഇഫ് ദേ ഹാവ് പ്ലാൻഡ് ദെയർ വേസ്റ്റ് ഡിസ്പോസൽ അക്കോർഡിംഗ് ടു ദി ലോ എന്നുണ്ടെങ്കിൽ അവർക്ക് പെർമിഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നൗ വി വിൽ സീ ദ പ്രോഡക്റ്റ് സ്പെസിഫിക് ക്ലിയറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എസ്റ്റാബ്ലിഷിംഗ് എ പ്രിൻറ്റിംഗ് പ്രസ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ക്ലിയറൻസസ് ലഭിച്ചിരിക്കണം. ലൈസൻസ് ഫോർ കോൾഡ് സ്റ്റോറേജ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഒഫീഷ്യൽ ഇൻ സ്റ്റേറ്റ്, ആ പർട്ടിക്കുലർ സ്റ്റേറ്റിലെ ഏത് പേഴ്സണെയാണോ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് ആ പേഴ്സൻ്റെ കയ്യിൽ നിന്നാണ് ക്ലിയറൻസ് ലഭിക്കേണ്ടത്. ആൻഡ് ദെൻ പെസ്റ്റിസൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഓർ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫ്രം സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളർ. അപ്പോൾ അവർക്ക് മാത്രമാണ് ഡ്രഗ്സ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ ഉള്ള പെർമിഷൻ തരുള്ളൂ. സേഫ്റ്റി മാച്ചസ് ഓഫ് ഫയർ വർക്ക്സ് എന്ന് പറയുന്നത് ലൈസൻസസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് ആക്ടിലാണ് വരുന്നത്. സോ അതെവിടെയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് എക്സ്പ്ലോസീവ്സ് നാഗ്പൂർ. ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫ്രം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ISI എന്ന് പറയുന്ന രീതി. വുഡ് വർക്കിംഗ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 8 കിലോമീറ്റർ ഫ്രം ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് വുഡ് ഇൻഡസ്ട്രി വരുന്നതെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് നിന്നാണ് അവർക്ക് ക്ലിയറൻസസ് കിട്ടേണ്ടത്. മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്രൂവൽ അണ്ടർ milk and milk products order from state agriculture or food processing industries department above a designated capacity. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ കയ്യിൽ നിന്ന് അവർക്ക് പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങൾ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയില്ലേ? ഇറ്റ് ഈസ് റെഗുലേറ്ററി ആൻഡ് ടാക്സേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് GSTയും ഇൻകം ടാക്സും, അതേപോലെ തന്നെ നമ്മളതിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്പെക്ടർ ഓഫ് സ്റ്റേറ്റ് വന്ന് അത് ഇൻസ്പെക്ട് ചെയ്ത് ആ നമ്മൾ യൂസ് ചെയ്യുന്ന വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിനെ ഗ്രാൻറ്റ് ചെയ്ത് തരണം. പവർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി EB എന്നായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പവർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 എംപ്ലോയീസ് ആൻഡ് മോർ ആവാം. പവർ യൂസ് ചെയ്യാത്ത ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ 20 എംപ്ലോയീസിന് താഴെയായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഗുലേറ്ററി ആൻഡ് ടാക്സേഷൻ്റെ. അതേപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ ആണ്. സോ ഇറ്റ് ഈസ് നെസസറി ഫോർ ഈച്ച് ഓൺട്രപ്രണർ ടു ഡിക്ലെയർ ദാറ്റ് anything that comes out from his or her industry does not harm any human എന്നുള്ളതാണ്, and does not create any harm for the environment also. അത് അവർ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെയാണ്. അപ്പോൾ അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടിയും ഈസിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ ക്രിട്ടിക്കൽ പൊല്യൂട്ടിംഗ് സെക്ടറായിട്ട് ഒരു 17 ഇൻഡസ്ട്രീസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ഡീലിങ്സിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ആ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി ഓൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ടേക്ക് കെയർ ആൻഡ് ദേ ഹാവ് ടു ഗെറ്റ് ഡിക്ലെയർ ദാറ്റ് നത്തിങ് ഈസ് ഹാംഫുൾ ആൻഡ് ദേ ആർ ഡൂയിങ് കംപ്ലീറ്റ്ലി അണ്ടർ ദി ആക്ട് ഓഫ് ലോ എന്നുള്ളതാണ്. സോ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന സ്മോക്ക് കാര്യങ്ങളൊന്നും അടുത്ത പരിസരങ്ങളിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ഏരിയയിലായിരിക്കണം അവരുടെ ഇൻഡസ്ട്രിയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ സ്പെസിഫിക് ക്ലിയറൻസസ് ലഭിക്കേണ്ട പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതൊരു 8 പ്രോഡക്ട്സ് ആണ് അവർ തന്നിട്ടുള്ളത്. ഓക്കെ, നൗ വി വിൽ സീ വാട്ട് ഈസ് എൻവയൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ, ECR എന്താണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ EIA രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ECRൽ വരുന്നത് it refers to the procedure involved in obtaining government clearance for certain projects to be developed or even to modify or to install various projects.
അപ്പോൾ ഓരോ പ്രൊജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് ലഭിക്കുന്ന ആ പ്രൊസീജിയറിനെയാണ് വി കോൾ ഇറ്റ് ആസ് എൻവയൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് മാൻഡേറ്ററി ദറ്റ് എൻവയൺമെൻറ്റ് ക്ലിയറൻസ് ഷുഡ് ഗോ ത്രൂ ദ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കിത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ വിൽ സി വിച്ച് കാറ്റഗറി വിൽ കം അണ്ടർ EIA എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് എൻഷ്യൂർസ് ദ ഡെവലപ്മെൻറ്റ് ഇസ് ബീങ് ക്യാരിഡ് ഔട്ട് വിത്ത് മിനിമൽ ഡാമേജ് ടു ദി എൻവയൺമെൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയും അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളിലേക്ക് അല്ലെങ്കിൽ അവിടെ ഓരോ ഇൻഡസ്ട്രി അവിടെ സെറ്റപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് വളരെ ഒരു മിനിമം പൊല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് അത്രയും ഹാംഫുൾ അല്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് EIAയിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, സോ മിനിമൽ ഡാമേജ് ആണ് വിച്ച് ഈസ് ബെയറബിൾ എന്നുള്ളതാണ്. അത് എൻവയൺമെൻറ്റിനെ തന്നെ ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം വെരി മിനിമം ലെവലിലാണ് ഡാമേജ് എൻവയൺമെൻറ്റിന് സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. It exists in the early stages of planning to save the environment from the beginning stages of industrialization. സോ ഇത് ഇൻഡസ്ട്രീനെ കുറിച്ച് നമ്മൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ അവർ EIAനെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്, അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ അവരെന്ത് ചെയ്യും, നാച്ചുറൽ വെജിറ്റേഷൻ വയ്ക്കാനായിട്ട് അവർ പറയും, നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി പണിയുന്നതിനോടൊപ്പം തന്നെ അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റൽ ഒരു എക്കോളജിക്കൽ ബാലൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ നട്ട് പിടിപ്പിക്കാനായിട്ടും പറയാറുണ്ട്. ഓക്കെ, സോ EIA എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു അസസ്മെൻറ്റ് ആൻഡ് സ്റ്റഡി ഓഫ് ഓൾ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആൻഡ് കോൺസിക്വൻസസ് ദാറ്റ് മേ അറൈസ് ഫ്രം ആൻ അപ്കമിങ് പ്രൊജക്റ്റ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒരു സ്ഥലത്ത് വരുന്നത് കൊണ്ടുള്ള എൻവയൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് EIA നമുക്ക് തരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ആക്ട് ടു റെസ്ട്രിക്റ്റ് എൻവയൺമെൻറ്റൽ ഡാമേജസ്: the Environmental Protection Act 1986, the Biological Diversity Act 2002, the National Environmental Tribunal Act 1995, National Green Tribunal Act 2010, the National Environment Appellate Authority Act 1997. ഓരോ സമയങ്ങളിലും 86ലും 95ലും 97ലും 2002ലും 2010ലും അവർ ഓരോ ആക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ മിനിമൽ ഡാമേജ് മാത്രമേ എൻവയൺമെൻറ്റിന് ഒരു ഇൻഡസ്ട്രി കാരണം സംഭവിക്കുന്നുള്ളൂ എന്നുള്ളൊരു ഡിക്ലറേഷൻ കൂടിയാണത്. ഇനി നമുക്ക് അതിലുള്ള കാറ്റഗറീസ് ആൻഡ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് റെഗുലേഷൻ. ദെർ ആർ അബൌട്ട് 39 types of industrial project which are required to undergo mandatory environmental screening. കൃത്യമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് എൻവയൺമെൻറ്റൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. 39 types of industrial പ്രൊജക്റ്റാണ് വരുന്നത്. ഓക്കെ, സോ അതിലെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. കാറ്റഗറി A ആൻഡ് കാറ്റഗറി B ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. കാറ്റഗറി A എന്ന് പറയുന്നത് പ്രൊജക്ട്സ് ഫോളിങ് അണ്ടർ മിനിസ്ട്രി ഓഫ് ദറ്റ് ഈസ് അണ്ടർ ദിസ് കാറ്റഗറി പ്രൊജക്ട്സ് ദറ്റ് ഈസ് കാറ്റഗറി എയിൽ വരുന്ന പ്രൊജക്റ്റുകളെല്ലാം മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഫോർ ക്ലിയറൻസ്, അതായത് സെൻട്രലിൽ നിന്നാണ് ഇവർക്ക് പെർമിഷൻ ലഭിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും അവർ ചെയ്യേണ്ടതാണ്. ചെയ്യേണ്ട രീതി ദറ്റ് ഈസ് ഇവർക്ക് ലഭിക്കേണ്ട പെർമിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഒന്നല്ല, സെൻട്രലിൽ നിന്നാണ് ഇവർക്ക് പെർമിഷൻ ലഭിക്കേണ്ടത്. അവിടെ നിന്നാണ് ക്ലിയറൻസ് കിട്ടി വരേണ്ടത്. ഇനി കാറ്റഗറി B എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കാറ്റഗറി Bയിൽ നമുക്ക് B1 B2 എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ദ അപ്കമിങ് പ്രൊജക്ട് ഷുഡ് അണ്ടർഗോ മാൻഡേറ്ററി സ്ക്രീനിങ് പ്രോസസ്സ്. സോ കാറ്റഗറി A എന്ന് പറയുന്നത് സെൻട്രൽ ലെവലിൽ വരേണ്ട ക്ലിയറൻസസ് ആണ്.
സെൻട്രൽ ലെവലിൽ നിന്നാണ് അവർക്ക് ക്ലിയറൻസ് ലഭിക്കേണ്ടത്. കാറ്റഗറി ബിയിൽ B1 ആൻഡ് B2 ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ട്സ് അണ്ടർ ദിസ് കാറ്റഗറി ആർ ഫർദർ കാറ്റഗറൈസ്ഡ് ഇൻ ടു 2, B1 and B2. The only difference between B1 and B2 is that B2 type of projects need not prepare an EIA report. അതായത് B2ൽ വരുന്ന ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകൾ, B2 ക്ലാസിഫിക്കേഷനിൽ വരുന്ന പ്രൊജക്റ്റുകൾക്ക് EIA റിപ്പോർട്ടിന് നിർബന്ധമില്ല. B1 കാറ്റഗറിയിൽ വരുന്ന പ്രൊജക്റ്റുകൾക്കാണ് EIA റിപ്പോർട്ട് വേണ്ടതും അവിടെ നിന്ന് ക്ലിയറൻസ് ലഭിക്കേണ്ടതും. സോ ദർ ഈസ് എൻ എക്സെപ്ഷൻ ടു ദീസ് ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് ജിയോഗ്രാഫിക്കൽ ഏരിയ റിക്വയർ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ്. സോ ഇവിടെ നമുക്ക് വീണ്ടും ഇന്ത്യയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ പറയുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് എക്സെപ്ഷൻ പറയുന്നത്? ദാറ്റ് ഈസ് അവർക്കൊന്നും എന്താ പറയുക, എൻവയൺമെൻറ്റൽ ക്ലിയറൻസിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഒന്ന് ആർക്കിയോളജിക്കൽ മൊന്യൂമെൻറ്റ്സ്, സെനിക് ഏരിയാസ്, റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക് പ്ലേസസ്, ബീച്ച് റിസോർട്ട്സ്, ഹിൽ റിസോർട്ട്സ്, കോസ്റ്റൽ ഏരിയാസ്, ഗൾഫ് ഏരിയാസ്, എസ്റ്റുറീസ്, biosphere reserves, national lakes and swamps, national parks, seismic zones, scientific and geological interest, tribal settlements, defense installation, border areas, airports. ഇവർക്കൊന്നും തന്നെ ഏതിൻ്റെ വേണ്ട, എൻവയൺമെൻറ്റൽ ക്ലിയറൻസിൻ്റെ നിർബന്ധം അവർ പറയുന്നില്ല. ഈ പറയുന്ന ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ വരുന്ന ഏത് പ്രൊജക്ട്സിനും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇവർക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മാൻഡേറ്ററിയാണ്, നിർബന്ധമാണ്. ബിക്കോസ് ഈ പറയുന്ന ബീച്ച് റിസോർട്ട്സ്, അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലുള്ള ബിസിനസ് സെറ്റപ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്റ്റുറീസ്, നാഷണൽ ലേക്സിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഹൈലി സെൻസിറ്റീവാണ്. അതായത് പെട്ടെന്ന് അവിടെയുള്ള ഇതിന് എൻവയൺമെൻറ്റൽ ചേഞ്ചസിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താവുന്നുള്ളതാണ് ഇവരെ റീസൺ ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ദറ്റ് ഈസ് റിക്വയർ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ്. അവരുടെ ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ എന്താണ് അവർ ബിസിനസ് എന്നും നോക്കുന്നില്ല. പക്ഷേ ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയാസിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എന്താ പറയുക, വളരെ നിർബന്ധപൂർവം അവർ ചെയ്യേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പല എക്കോളജിക്കൽ ഇംബാലൻസസ് വരാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം എസ്റ്റുറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണോ നമ്മുടെ ഫ്രഷ് വാട്ടർ ആൻഡ് സീ വാട്ടർ രണ്ടത്തിൻ്റെയും സംഗമം എവിടെയാണോ, ഓക്കെ, ദാറ്റ് ഈസ് ഫ്രഷ് വാട്ടർ ഒഴുകി എത്തി ദാറ്റ് സീയിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെ കടലും അതേപോലെ തന്നെ ഈ ദാറ്റ് ഈസ് ഫ്രഷ് വാട്ടറും കൂടി ജോയിൻ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്നത് മെറൈൻ അനിമൽസിനെ, അതല്ലാന്നുണ്ടെങ്കിൽ അക്വാറ്റിക് അനിമൽസിനെ അവരുടെ നെസ്റ്റിങ്ങും ബ്രീഡിങ്ങിനും ഒക്കെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിനും നല്ല വെള്ളം ലഭിക്കാവുന്ന ഒരു പ്ലേസ്, രണ്ടത്തിൻ്റെയും കൂടി ഒരു മിക്സാണ് അവിടെ വരുന്നത്. സോ ഗുഡ് വാട്ടർ എന്ന് പറയുന്നത് അവിടെ നിന്ന് തൊട്ട് ഒഴുകി എത്താണ്, മനുഷ്യരിലേക്ക് എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇത് രണ്ടും കൂടിച്ചേരുന്നൊരു സ്ഥലമായതുകൊണ്ട് അവിടെ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അവിടെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരു സ്പോട്ടിന് അവിടെ ഒരു ഇംബാലൻസസും വരാൻ പാടില്ല. കാരണം നെസ്റ്റിങ്ങും ബ്രീഡിങ്ങും ഓഫ് അക്വാറ്റിക് അനിമൽസൊക്കെ അവിടെ വരുന്നതാണ്. സോ അത് തന്നെ ഇല്ലാണ്ടായി പോകും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഫ്രജൈലാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല, അവർക്ക് നിർബന്ധമായിട്ടും അവിടെ ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ വരുന്ന ഇൻഡസ്ട്രീസിന് പെർമിഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഇസ് പ്രൊസീജിയർ ഫോർ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ്. അപ്പോൾ ഈ ക്ലിയറൻസ് ലഭിക്കാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലൊക്കേഷൻ,
ദറ്റ് ഈസ് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി അവർ പറയുന്ന ഗൈഡ് ലൈൻസിനനുസരിച്ചിട്ടാണോ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ സെലക്ട് ചെയ്തേക്കണമെന്നുള്ളത് നോക്കാം. ആൻഡ് ദെൻ സ്ക്രീനിങ്, അതേപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് എക്കോളജിക്കലി എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ EIA ക്ലിയറൻസ് ലഭിക്കേണ്ടതാണോ ലഭിക്കാത്തതാണോ, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, കാറ്റഗറി എയിലാണോ, ദാറ്റ് ഈസ് ഫ്രം ദി സെൻട്രൽ നിന്നാണോ നമുക്ക് ലഭിക്കേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി B1 ആൻഡ് B2 ഉണ്ട്. അതിൽ B1 ആണെന്നുണ്ടെങ്കിൽ അവർക്ക് EIA സർട്ടിഫിക്കറ്റ് വേണം. കാറ്റഗറി B2 ആണെന്നുണ്ടെങ്കിൽ EIA റിപ്പോർട്ട് വേണ്ട എന്നുള്ളതാണ്. ആൻഡ് ദെൻ പബ്ലിക് ഹിയറിംഗ്, ദിസ് ഈസ് എ മാൻഡേറ്ററി സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ്, ഇസ് എ പാർട്ട് ഓഫ് ദി EIA പ്രോസസ് ആണ്. ഇറ്റ് എൻകറേജസ് ദ പബ്ലിക് ഓഫ് ദാറ്റ് ഏരിയ where the proposed project is going to be established by giving a chance to come forward and express their views and concerns regarding the proposed project എന്നുള്ളതാണ്. അപ്പോൾ ഒരു പബ്ലിക് ഹിയറിംഗ് അറേഞ്ച് ചെയ്യാണ്. ബിക്കോസ് the people, those who are living in that particular area is also responsible. ഓക്കെ, അപ്പോൾ അവർക്കും അറിയണം അവിടെ ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് അവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതിൻ്റെ എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ഹിയറിംഗ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇസ് ആപ്ലിക്കേഷൻ ആണ്. The proponent should go through the online application procedure, submit the application online for environmental clearance. അപ്പോൾ അതിൽ നമുക്കറിയാം കാറ്റഗറി A ആണോ കാറ്റഗറി B ആണോ, അതിൽ B1 ആണോ B2 ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ഇസ് എൻവയൺമെൻറ്റൽ അപ്രൈസൽ. അപ്പോൾ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യും. അതിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യും. അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് വിസിറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. എൻവയൺമെൻറ്റ് ഡാമേജസ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു safeguard the environment, and then to assess the impact that the planned development have on the environment and the people. ജനങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവ്, ഇന്ന കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലേക്കാണ് എൻവയൺമെൻറ്റ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ ഇതിനെക്കുറിച്ചുള്ള ഇമ്പാക്റ്റ് എന്താണ്, ഓരോ ഡെവലപ്മെൻറ്റ് വരുമ്പോഴും എന്തൊക്കെയാണ് അവരുടെ എൻവയൺമെൻറ്റിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അവരുടെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. To minimize the negative impact of the upcoming project with alternatives. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. സോ അതൊക്കെയാണ് ഈ കമ്പനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എൻവയൺമെൻറ്റിൽ വരുന്ന ഡാമേജസിൻ്റെ അളവ് വളരെ മിനിമലായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ടു മോണിറ്റർ ആൻഡ് റെസ്ട്രിക്റ്റ് ഓൾ പബ്ലിക് ആൻഡ് എൻവയൺമെൻറ്റൽ ഡാമേജസ്. അപ്പോൾ ഒരു തരത്തിലും എൻവയൺമെൻറ്റിൽ ഹാംഫുൾ ആവുന്ന, ഹസാർഡസ് ആവുന്ന, ഹ്യൂമൻ ലൈഫിന് ഹസാർഡസ് ആവുന്ന ഒരു കാര്യം നമ്മൾ പെർമിഷൻ കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പൊല്യൂഷൻ ബോർഡ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസസ്. ഇവിടെ വരുന്നത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റാണ്, NOC, സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് SPCB നമുക്ക് കിട്ടേണ്ടത് എന്താണ്, NOC ആണ്. ബിഫോർ സ്റ്റാർട്ടിങ് ആൻ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്, ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് SPCB എന്നാണ് നമുക്ക് NOC കിട്ടേണ്ടത്. മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് NOC ആണ് വരുന്നത്. ഒന്ന് required by the owners of the business. ഒന്ന് എന്താണെന്നുണ്ടെങ്കിൽ consent to establish, and second thing is consent to operate. CTE and CTO എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യാം. സെക്കൻഡ് വൺ, നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. So it is a primary level. Establish ചെയ്യുക എന്ന് പറയുന്നത് it is a primary level permission required from the department to establish any business unit keeping in mind all levels of pollution aspects.
അതായത് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ഇതിനൊക്കെ നമ്മൾ മിനിമലായിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻവയൺമെൻറ്റ് പൊല്യൂഷൻ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ അതിന് താഴെ ആയിരിക്കണം നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻവയൺമെൻറ്റ് ഡാമേജ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് അവർക്ക് പെർമിഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. സോ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജിൽ ലഭിക്കുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി പ്രൈമറി ലെവൽ, ആഫ്റ്റർ കൺസ്ട്രക്റ്റിംഗ് ദി ബിസിനസ് യൂണിറ്റ്, അത് കഴിഞ്ഞിട്ട് ലഭിക്കും. അവർക്ക് ഓപ്പറേഷനുള്ള, ദാറ്റ് ഈസ് അവർക്ക് അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷനാണ്. ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദ ബിസിനസ് യൂണിറ്റ് അവോയ്ഡ്സ് എനി ലെവൽ ഓഫ് പൊല്യൂഷൻ വൈൽ റണ്ണിങ് ദി ഓപ്പറേഷൻ. അപ്പോൾ അവരുടെ പ്രവർത്തനം, കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പൊല്യൂഷനും എയറോ വാട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ നോയ്സ് പൊല്യൂഷനോ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ഇതിനുള്ള പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നത്. And then is conditions for exemption from obtaining consent or NOC from Pollution Control Board. എന്തൊക്കെയാണ് കണ്ടീഷൻസ് വേണ്ടത്? ദാറ്റ് ഈസ് എക്സംഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ. ഇൻഡസ്ട്രീസ് ഇൻ demarcated industrial estates, industries which do not have more than 1 crore on plant and machinery, industries which do not have more than 2 crore on machinery for hosiery units, industry which does not discharge any air pollution, industry which does not discharge any toxic or hazardous waste that cause water pollution. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഹാവിങ് ദി കണ്ടീഷൻസ് ഫോർ എക്സംഷൻ. അപ്പോൾ ഒരു തരത്തിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് അവർ കമ്പനിയിൽ നിന്ന് വരുന്നില്ല. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ വരുന്നില്ല. മെഷീനറി എന്ന് പറയുന്നത് മോർ ദാൻ 2 crore ഇതിൽ വരുന്നില്ല. ആൻഡ് ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 crore മീതെ വരാത്തത്. അതേപോലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ അടുത്തൊന്നും റെസിഡൻഷ്യൽ ഏരിയാസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്രയും വലിയ ഒരു പ്ലേസിൽ എന്തെങ്കിലും ഹാംഫുള്ളായിട്ട് വന്നാലും അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാർക്ക് ദേ ആർ ഹാവിങ് ദി എക്സംഷൻസിനുള്ള കണ്ടീഷൻസാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ അതായത് നമുക്ക് NOC ലഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ടു ബി അറ്റാച്ച്ഡ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് ഓഫ് റെമിറ്റൻസ് ഓർ കൺസെൻറ്റ് ഫീ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സർട്ടിഫിക്കറ്റ്, ലേ ഔട്ട് പ്ലാൻ, അതായത് എങ്ങനെയാണ് നമ്മുടെ ഫാക്ടറിയുടെ പ്ലാൻ എന്തൊക്കെയാണ്, ഓക്കെ, എഫ്ലുവൻറ്റ് പ്ലാന്റ് എവിടെയാണ്, ഔട്ട്ലെറ്റുകൾ എവിടെയാണ്, എമിഷൻ സോഴ്സസ് എവിടെയാണ്. അപ്പോൾ ഒരു ഫാക്ടറിയുടെ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് എവിടേക്കാണ്, എങ്ങനെയാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ ഒരു രീതി ലേ ഔട്ടാണ് അവിടെ പറയുന്നത്. ആൻഡ് ദെൻ പ്രോസസ് ഫ്ലോ ഡയഗ്രാം, അതായത് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ ഡയഗ്രാം, ഡീറ്റെയിൽസ് ഓഫ് എയർ പൊല്യൂഷൻ, കോപ്പി ഓഫ് ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആഫ്റ്റർവേർഡ്സ് ആപ്ലിക്കേഷൻ ഫോർ ക്ലിയറൻസ് ഇസ് മെയ്ഡ് ഓൺലൈൻ എന്നുള്ളതാണ്. ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്. എന്തൊക്കെയാണ് അതിന് വരുന്ന സ്റ്റെപ്സ് എന്ന് നോക്കാം. ലോഗിൻ ടു നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് KSPCB എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതിൽ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം, അതിന് പ്രിൻ്റ് ഔട്ട് എടുക്കാം. സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക, അവർ ചോദിക്കുന്ന എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൊടുത്തിട്ടില്ലേ എന്നുള്ളത്. സൈറ്റ് ഇൻസ്പെക്ഷൻ ബൈ ഓതറൈസ്ഡ് ഓഫീസർ ആൻഡ് ദെൻ ഡിസ്പോസൽ ഓഫ് കൺസെൻറ്റ് application by the board. Now the consent letter can be downloaded by the applicant from the OCMMS site. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൺസെൻറ്റ് ലെറ്റർ, അവർ തന്നിട്ടുള്ള കൺസെൻറ്റ് ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ആൻഡ് ദെൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയറാണ് വരുന്നത്.
ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിൽ പ്രീ ഇൻസ്പെക്ഷൻ ഉണ്ട്. പ്രീ ഇൻസ്പെക്ഷനിൽ വരുന്നത് എ സ്ക്രൂട്ടിനി ഷാൽ ബി കണ്ടക്റ്റഡ് ഓഫ് ദി ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ബൈ ദി ആപ്ലിക്കൻറ്റ്. അപ്പോൾ ആപ്ലിക്കൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ അതിനുള്ള ഒരു സ്ക്രൂട്ടിനിയാണ് ആദ്യം നടക്കുന്നത്. ഓക്കെ, സോ അയാൾ തന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അതൊക്കെ കൃത്യമാണോ കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ എൻജിനീയർ ഷാൽ റേസ് ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റി. സോ എൻവയൺമെൻറ്റൽ എൻജിനീയറിന് സൈറ്റിലേക്ക് വരാം, ആളുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് ഇൻസ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. The inspecting officer shall collect background information and previous compliance history of the applicant. പിന്നെ മൂന്നാമത്തേത് ഇൻസ്പെക്ടർ ഓഫീസർ വന്നു കഴിഞ്ഞാൽ അവിടെ പരിസരത്ത് നിന്നും അതേപോലെ തന്നെ എന്തെങ്കിലും ഇയാളെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബാക്ക് ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയും ചെയ്യാം. അതേപോലെ പരിസരങ്ങളിൽ നിന്ന് ബാക്കിയുള്ളവരുടെ അടുത്തു നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ the inspecting officer shall obtain the following information about the industry. ആളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ലൊക്കേഷൻ ഓഫ് ദി ഇൻഡസ്ട്രി ഉണ്ടായിരിക്കും, പാസ്റ്റ് കൺസേൺസ് ഇഷ്യൂ ടു ദി ഇൻഡസ്ട്രി, പ്രീവിയസ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ്, നോട്ടീസസ് ഇഷ്യൂ ടു ദി ഇൻഡസ്ട്രി, ലൈൻ ഓഫ് ആക്ടിവിറ്റി, മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങൾ ആളുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ദി സൈറ്റ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും പാസ്റ്റ് കൺസേൺസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ പ്രീവിയസ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ് ഉള്ളത് അതിൽ ഫയലിൽ വയ്ക്കാം. അതേപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് നമ്മൾ അയച്ചിട്ടുള്ള നോട്ടീസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പൊല്യൂഷൻ ബോർഡിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ. അതേപോലെ അവരുടെ ആക്ടിവിറ്റി ഓഫ് ദി ഇൻഡസ്ട്രി, അതേപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പോൾ ഈ കാര്യങ്ങളും അയാളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി ഇതാണ് പ്രീ ഇൻസ്പെക്ഷനിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് നമ്മൾ ഇൻസ്പെക്ഷന് പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഷാൽ ലൊക്കേറ്റ് ദ ഓക്കുപ്പയർ, അതല്ലാന്നുണ്ടെങ്കിൽ ഹിസ് റെപ്രസെൻറ്റേറ്റീവ്, പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദി ഇൻഡസ്ട്രി, ആരാണെന്നുണ്ടെങ്കിൽ അയാളായിട്ട് കണക്ട് ചെയ്ത് ആ പർട്ടിക്കുലർ സൈറ്റിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അയാൾ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്ന്, അയാൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. അതേപോലെ സെക്കൻഡ് തിങ് ഈസ് എഫ്ലുവൻറ്റ് ജനറേറ്റിംഗ് സോഴ്സസ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. വേസ്റ്റ് എവിടെ നിന്നാണ്, എഫ്ലുവൻറ്റ് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അതിൻ്റെ കൺട്രോൾ സിസ്റ്റം എന്തൊക്കെയാണ്, എഫ്ലുവൻറ്റ് കളക്ഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ മെഷർ. അപ്പോൾ അതിൻ്റെ കളക്ഷൻ എവിടേക്കാണ് വരുന്നത്, അവിടെ എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇതൊക്കെ ഡിസ്പോസൽ എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മുഴുവൻ ഡിസ്പോസ് ചെയ്യുന്ന രീതി എന്നുള്ളത്. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റംസ്, സോഴ്സസ് ഓഫ് സോളിഡ് ആൻഡ് ഹസാർഡസ് വേസ്റ്റ് ജനറേഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് റെക്കോർഡ്സ് ഓഫ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ സോളിഡ് വേസ്റ്റുകളും ഹസാർഡസ് വേസ്റ്റുകളും എങ്ങനെയാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ ഇതിന് മെയിൻ്റനൻസ് റെക്കോർഡ്സ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് റെക്കോർഡ്സ് ഓഫ് എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾഡ് ടു കൺട്രോൾ എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതേപോലെ അതിൻ്റെ മെയിൻ്റനൻസ് റെക്കോർഡ് എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ. കംപ്ലയൻസ് ഓഫ് പ്രീവിയസ് കൺസെൻറ്റ് കണ്ടീഷൻസ്. The inspecting officer shall verify the records of the establishment with regard to production capacity, control mechanisms taken to keep water and air pollution. അതായത് ഒക്കെ പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ എന്തെങ്കിലും എന്താ പറയുക ഡോക്യുമെൻ്ററി ഇൻഫർമേഷനോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ചോദിച്ചറിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചറിയാം. അതേപോലെ തന്നെ if any representatives of the industry willfully delays or obstructs the inspecting officer in carrying out inspection, അതായത് ഇൻസ്പെക്ഷന് വരാനായിട്ട് ഇൻസ്പെക്ടർ റെഡി ആയിട്ടുള്ള ദിവസം മനഃപൂർവ്വം ഈ ഇൻഡസ്ട്രിയുടെ ഏജൻറ്റോ അല്ലെങ്കിൽ ഓണറോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരോ ഇപ്പോൾ വേണ്ട പിന്നെ മതി അങ്ങനെ എന്തെങ്കിലും ഒരു രീതി ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ടിങ് ഓഫീസറിനെ എന്ത് ചെയ്യാം, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് കൃത്യമായിട്ടുള്ള
ഒരു ആക്ഷൻ പ്ലാൻ എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ആഫ്റ്റർ ഇൻസ്പെക്ഷൻ, ദാറ്റ് ഇസ് പോസ്റ്റ് ഇൻസ്പെക്ഷൻ എന്തൊക്കെയാണ് ചെയ്യുക? ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുക്കേണ്ടത് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ്. ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞ് വിത്തിൻ 5 days ആണ് നമ്മൾ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഷാൽ ബി ഗിവൻ ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് ദി ഇൻസ്പെക്ഷൻ. അപ്പോൾ അയാൾ കണ്ടക്ട് ചെയ്ത ഇൻസ്പെക്ഷനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ് റിപ്പോർട്ടിൽ. അതേപോലെ തന്നെ നോൺ കംപ്ലയൻസ് ഏരിയാസ് ഷുഡ് ബി ലിസ്റ്റഡ് ഇൻ ദ റിപ്പോർട്ട് അലോങ് വിത്ത് ദി അഡീഷണൽ മെഷേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഇയാൾ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം എക്സ്ട്രാ ആയിട്ട് എൻവയൺമെൻറ്റിൻ്റെ ഇംബാലൻസസ് റെഡ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത മേഖലകളാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതും വെളിപ്പെടുത്തിയിരിക്കണം. ആൻഡ് ദെൻ എൻവയൺമെൻറ്റൽ എഞ്ചിനീയർ ബേസ്ഡ് ഓൺ ദി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഷാൽ ഡിസ്പോസ് ദി ആപ്ലിക്കേഷൻ. നമുക്കിത് ഗ്രാൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യണോ എന്നുള്ള കാര്യം അതിന് റിലേറ്റ് ചെയ്തിട്ട് അതും കൂടി അതിലെ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറും അത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഓർ ഫോർവേഡ് ദി ഓൺലൈൻ ഫയൽ ടു റീജിയണൽ ഓഫീസ് ഓർ ഹെഡ് ഓഫീസ്. അപ്പോൾ എവിടേക്കാണോ ഇത് അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ റിപ്പോർട്ടും കാര്യങ്ങളും അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, ക്ലിയറൻസസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, അതാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. ഒരിക്കലും എക്കോളജിക്കൽ ഇംബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻവയൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഹസാർഡസ് ആയിട്ടുള്ളത് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിതിൽ മെയിനായിട്ട് ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ഒരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ he can create employment opportunities, he can give good contributions to the economy, and also he has to consider about his organization, that is he belongs to the society and nothing harmful is happening to the society എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടത് ഓൺടർപ്രണറിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. In the next class we will see about the import of capital goods നെ കുറിച്ചിട്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. Otherwise we will see in the next class. Thank you.